and welcome to Simply Nadan. ഞാൻ ആൻ ബെഞ്ചമിൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറായി ബീച്ചിലാണ്. യു കെൻ സീ ദ ബീച്ച് റൈറ്റ് ബിഹൈൻഡ് മീ. നമ്മൾ ബീച്ചൊന്നും ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഇല്ല ഇവിടെ. സോ ഇന്ന് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി റിസോർട്ട്സും ഹോട്ടൽസും ഒക്കെ ഇവിടെ ഉള്ളതാണ് ചെറായിൽ. സോ ഇന്ന് നമ്മൾ പോകുന്ന അങ്ങനത്തെ ഒരു ഹോട്ടലിലാണ് ടു ബേസിക്കലി സീ ഫുഡ് ആയിരിക്കും അതിൻ്റെ മെയിനായിട്ടുള്ളത്. പക്ഷേ വിൽ ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് അതർ തിങ്സ് ആർ അവൈലബിൾ ഓവർ ദെയർ. നമുക്ക് അവിടെ പോയിട്ട് തന്നെ ചോദിക്കാം. സോ ഐ ഷോ യു ദ പ്ലേസ് നൗ. കം. ഓക്കെ, സോ ഐം ഗോയിങ് ടു ബ്രേക്ക് ദ സർപ്രൈസ്. നമ്മളിപ്പം വന്നേക്കുന്നത് സമുദ്ര ബീച്ച് റിസോർട്ടിലാണ്. സോ ദാറ്റ്സ് റൈറ്റ് ബിഹൈൻഡ് മീ. നമുക്ക് അകത്തേക്ക് പോയിട്ട് ഇവിടുത്തെ ക്വിസീൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അകത്ത് പോയിട്ട് ചോദിക്കാം. സോ ഹലോ ദീപ, രജിത്. സോ ഇവരാണ് ഈ ഒരു പ്രോപ്പർട്ടി നോക്കി നടത്തുന്നത്. സോ നിങ്ങൾ തന്നെ പറഞ്ഞു സമുദ്രയെക്കുറിച്ച് എന്തൊക്കെയാണ്. ഇവിടെ ഹോട്ടൽ മാത്രമല്ല, ഇപ്പോൾ അകത്തേക്ക് വന്നപ്പോൾ മനസ്സിലായി റൂംസ് ഒക്കെ ഉണ്ടെന്ന്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാമോ? ഞങ്ങളിവിടെ 12 റൂമുണ്ട്. 6 റൂം സീ വ്യൂ ആയിട്ട്, പിന്നെ 5 റൂമോളം ഗാർഡൻ വ്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് സ്പെഷ്യലി ഞങ്ങൾക്ക് സീ എൻട്രി ആയിട്ടുള്ള റൂംസ് ആണ് ഉള്ളത്, അവൈലബിൾ ആയിട്ടുള്ള റൂംസ് ഉള്ളത്. പിന്നെ കൂടാതെ ഫുഡ് ആണെങ്കിൽ സ്പെഷ്യലാണ്. ഇവിടെ ചൈനീസ് നെറ്റ് ഉണ്ട് അടുത്ത് തന്നെ. അവിടെ നിന്ന് ഫുഡ് ഫിഷ് ഞങ്ങൾ ഡയറക്റ്റ് മേടിച്ചിട്ട് വന്നിട്ട് ഇവിടെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ക്രാബ്, പ്രോൺസ്, ടൈഗർ പ്രോൺസ്, ലോബ്സ്റ്റർ, അതൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഉള്ളത്. സീ ഫുഡാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ സീയും വെരിയാർ റിവറും കൂടി ജോയിൻ ചെയ്യുന്ന ഏരിയ. റിവറും സീയും കൂടി ജോയിൻ ചെയ്യണമ്പോൾ 2 ടൈപ്പ് ഫുഡും നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. സോ റൂംസിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ടോ, അതോ ഇവിടെ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാരാണോ കൂടുതൽ? ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കലാണ്. കാരണം നമുക്ക് വെളിയിൽ നിന്ന് വരുന്നവർക്ക് കുറേ ശല്യം, വെളിയിൽ വരുന്നവർ അകത്തുള്ളവർക്ക് ശല്യമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ താമസിക്കാൻ വരുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഒരു പ്യുവർ ആയിട്ടുള്ള ഫുഡ് കിട്ടണം. ഞങ്ങളൊരു കളറോ അങ്ങനെയുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒക്കെ നാച്ചുറൽ ആയിട്ടാണ്. ഞങ്ങൾ തന്നെ കുറച്ച് മെത്തേഡൊക്കെ എന്താ പറയാ ട്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റ് വരുന്നവർക്കും കിട്ടും നാച്ചുറൽ ആയിട്ട്. ഓക്കെ. സോ നാടൻ ഫുഡാണോ കൊടുക്കുന്നത്, അത് വേറെ ക്വിസീൻസ്? നാടനാണ്. ഇല്ല, നാടൻ ഫുഡാണ്. ഫുൾ നാടനാണ്. അതിൽ ഒരു കളറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഓക്കെ. സോ ഇപ്പം ഞാൻ ഇപ്പോൾ ടൈമിങ്സ് ആയിട്ട് ചോദിക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ, ഒരു ഹോട്ടലായിട്ട് നടത്തുന്ന അല്ലാത്തതുകൊണ്ട് ഒരു ടൈമിങ്സ് ചോദിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം നോർമലി ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഒക്കെ എന്താ സെർവ് ചെയ്യുന്നത് പറയാം? സെർവ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം, ചിരട്ടപ്പുട്ട്, അപ്പം, ഇഡ്ഡലി, ദോശ, അങ്ങനെയുള്ള ഐറ്റംസ്, മസാല ദോശ, അതൊക്കെയാണ് കൂടുതൽ കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ ഊണ് നമ്മളെ കേരള സദ്യ പറയുന്നവർക്ക് അത് ചെയ്തു കൊടുക്കും. മെയിൻ ആയിട്ട് ഇവിടെ സീ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഇവിടുത്തെ സ്പെഷ്യൽ സീ ഫുഡാണ്. കൂടെ എന്തായിരിക്കും? നമ്മുടെ ചോറ് ഇപ്പൊ നോർത്ത് ആണെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടം വൈറ്റ് റൈസ് ആയിരിക്കും. അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ കൂടുതലും സ്റ്റേ ചെയ്യുന്നവരായിരിക്കും അവരുടെ അടുത്ത് കൂടുതൽ പ്രിഫറൻസ് ചോദിച്ച് നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ്. ഇപ്പൊ ഫോറിനേഴ്സ് ആണെങ്കിൽ സ്പൈസസ് ഈ പറഞ്ഞ ചില്ലി ഒന്നും അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അത് കുറച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാറാണ് പതിവ്. ഓക്കെ. അപ്പൊ നാടൻ ഫുഡ് എന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് ഇവിടെ കുക്ക് ചെയ്യുന്നതും ഒക്കെ? ഇപ്പൊ ഇവിടെ നാടൻ ഫുഡ് കിട്ടണമെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ചേച്ചിമാര് തന്നെ കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ വേറെ ആയി മാറും. അപ്പൊ അമ്മമാര് കുക്ക് ചെയ്യുമ്പോ അതിനൊരു വൃത്തി ഉണ്ടാകും, അതിലൊരു സ്നേഹം ഉണ്ടാകും. അതിൽ സെർവ് ചെയ്യുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. ഒരിക്കലും ഗസ്റ്റ് നെർവസ് ആവില്ല, അവര് ഹാപ്പി ആകും. ഇവരെ കാണുമ്പോ തന്നെ അവര് ഹാപ്പിയാണ് അവര്. അപ്പൊ അതാണ് ഇവിടുത്തെ സ്പെഷ്യല് ഇവിടെ ഉള്ള ആൾക്കാരെ കൊണ്ട് തന്നെ. പിന്നെ എന്റെ ഹെൽപ്പും കൂടി ഉണ്ട്. എനിക്ക് കുക്കിംഗ് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പുതിയതായി ട്രൈ ചെയ്യുമ്പോ അവർക്ക് അത് കാണിച്ചു കൊടുക്കും, അവര് ടേസ്റ്റ് ചെയ്യിപ്പിക്കും. ഒരു വാവും എല്ലാവരും ടേസ്റ്റ് ചെയ്യും. അതിനുശേഷമാണ് അതൊരു ടേബിളിലേക്ക് എത്തുക. ഓക്കെ. സോ ഇവര് ഹസ്ബൻഡ് വൈഫ് അല്ലേ? അപ്പം ഏറ്റവും ഫേവറേറ്റ് ഡിഷ് എന്താ പുള്ളിക്കാരത്തി ഉണ്ടാക്കുന്നത്? ഗീ റൈസ് ആണ്. അല്ല, കറികൾ പറ. ഗീ റൈസ് ഒക്കെ ആർക്ക് വേണം ഉണ്ടാക്കുന്നത്? പറഞ്ഞേ. ലോബ്സ്റ്റർ പറ, ക്രാബ് പറ, അങ്ങനെ പറയല്ലേ? ഇവിടെ കിട്ടുന്നത് നല്ല ഫിഷ് ഉണ്ട്. ഇവിടുന്ന് പിടിച്ചുകൊണ്ട് വരുന്നത് ഇവിടുത്തെ കൊഴുവ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകൾ, നന്ദങ്ങൾ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ അതാണ് കൂടുതൽ നല്ലതായിട്ട്. അപ്പൊ ഇന്ന് ഞങ്ങളെ എന്തായാലും കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്? നിങ്ങളെ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ലോബ്സ്റ്റർ ഫ്രൈ ആണ്, നാടൻ സ്റ്റൈലില്. നമ്മളായിട്ട് സ്പെഷ്യലായിട്ടൊന്ന്
ചെയ്തെടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. അപ്പോൾ വേറെ ഒരിടത്തും അതിപ്പോ നിലവിൽ കൊടുക്കുന്നില്ല. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വെരി നാടനായിട്ട്, വളരെ പ്യോർ നാടനായിട്ട് കാണിക്കുന്നത്. പിന്നെ കരിമീൻ, സാധാരണ രീതിയിൽ കരിമീൻ കറി, ഒരു ഗീ റൈസ്, അത് അത്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. എങ്കിൽ നമുക്ക് കുക്കിംഗിലേക്ക് കടന്നേക്കാം. സോ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് എല്ലാം കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇഷ്ടംപോലെ സീ ഫുഡൊക്കെ. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇസ് ദിസ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ലഞ്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമേ നമ്മൾ എന്താണ് ലോബ്സ്റ്റർ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ചട്ടി വെച്ചിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് അതിനകത്തുള്ള മാംസം വേവണം. ഓക്കെ, സോ നമ്മളിന്ന് ലോബ്സ്റ്ററിന്റെ ഡിഷാണ് ചെയ്യാൻ വേണ്ടി. അതിന്റെ പേരെന്താണെന്ന് നമ്മൾ പറയാം. ഇത് ജിഞ്ചർ മസാലയാണ് ചെയ്യുന്നത്. ലോബ്സ്റ്റർ ജിഞ്ചർ മസാല. ഓക്കെ, അതാണ് ചെയ്യുന്നത്. സോ ആദ്യമേ ഗാർലിക് ജിഞ്ചർ മസാല, അത് എല്ലാം കൂടി നമ്മളുടെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ളതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാത്ത വല്ലതും? ഒന്നും തന്നെ ഇല്ല, ഇതുള്ളൂ. പച്ചമുളക് അരച്ചു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ. ഇത് നാരങ്ങ നീര്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ ആ ഉള്ളിലുള്ള വെയിനെല്ലാം മാറ്റി, അഴുക്കൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലോബ്സ്റ്റർ ആണ്. ഓക്കെ, ഇത് എടുത്ത് കണ്ടാലറിയും. ഇത് കണ്ടോ, ബാക്ക് നമ്മളിങ്ങനെ പൊളിച്ച് ഇതിൽ വലിച്ചു കളയണം. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് അഴുക്ക് ഇവിടെയും വെട്ടിയിട്ട് ഇവിടെയും ഇങ്ങനെ പൊളിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പതിയെ സ്റ്റീം ചെയ്യേണ്ടതുണ്ട്. കുറച്ച് മതി, കുറച്ചൊരു കപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ചാൽ മതി. ഇതിനകത്ത് തന്നെ നിറയെ വെള്ളം ഉണ്ടാകും. ഇത് എത്ര സമയം എടുക്കും സ്റ്റീം ചെയ്യാൻ? ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് പോലും വേണ്ട. ഒരു 3 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ മാറ്റാം. ചെറിയ തോതിൽ റെഡ് കളർ ആകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ മാറ്റണം. ഓക്കെ, ഈ ലോബ്സ്റ്റർ റെഡ് കളർ ആവോ? റെഡ് കളറായി മാറും, ചെറിയ ലൈറ്റ് റെഡ് ആയി മാറും. ഓക്കെ, ഓക്കെ. സോ നമ്മൾ ഇപ്പോൾ ഒരു 3 മിനിറ്റ് ഓൾമോസ്റ്റ് ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ മനസ്സിലാകും റെഡ് കളർ ആയേക്കാണ് അല്ലേ? ഇതിൻ്റെ കളറേ മാറിയൊക്കെയാണ്. ഫ്രഷ് ആയിട്ടുള്ളത് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ യു കെൻ സീ ദ ഡിഫറൻസ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇനി ഇതിനെ ഒന്ന് ആറണം, തണുക്കണം. അത് എന്നിട്ടേ അതിന്റെ മസാല തേക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ കുറച്ച് നേരം മാറ്റി വെക്കാം. ആ സമയം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്താലോ? നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. ഓക്കെ. നമ്മുടെ ലോബ്സ്റ്റർ നമുക്ക് മാറ്റി വെച്ചേക്കാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഫിഷ് ഫ്രൈ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വി ടേക്കിംഗ് ആവോലി വൈറ്റ് പോംഫ്രെറ്റ് ആണ് എടുക്കുന്നത്. അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞു. 2 ആവോലി ഇപ്പം നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, കാണിക്കാൻ വേണ്ടി മാത്രം. ഇവിടെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഓൾറെഡി നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കുറച്ച് ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ ജിഞ്ചർ. ഇത് സെയിം മസാലയാണ്, നാടൻ മസാലയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇഞ്ചി, വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആണ്, എല്ലാം പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ചില്ലി, നമ്മളെ ഗ്രീൻ ചില്ലി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ലൈം ജ്യൂസ് ഇത് ലാസ്റ്റ് ഒന്ന്. ഡിഫറെന്റ് ടേസ്റ്റ് ആണ് വരിക. അതിന് ഒറിജിനൽ ആ ഫിഷിന്റെ ടേസ്റ്റ് വരും. ഓക്കെ, നമ്മൾ മസാലകൾ ഒരുപാട് ചേർക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ മീനുകൾക്ക് വ്യത്യസ്തമായ ടേസ്റ്റ്. ആ ടേസ്റ്റ് അല്ല, കൂടുതൽ മസാലയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുക, കഴിക്കുക. ഇതിൽ എല്ലാ മീനുകളുടെയും വ്യത്യസ്തത അതിനകത്ത് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മുടെ മസാല ഓൾറെഡി പുരട്ടി. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ കിച്ചണിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വെച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്തേക്കുന്നത്. ദാറ്റ്സ് ജിഞ്ചർ, ഗാർലിക്, ചില്ലിയുടെ പേസ്റ്റ് ഉണ്ട്, ഉപ്പ്, ലെമൺ ജ്യൂസ്. ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോ യു ക്യാൻ സീ ഇറ്റ്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? ഓക്കെ,
ഇത് അപ്പോൾ പെട്ടെന്നാണ് ഇത് കുക്ക് ചെയ്തെടുത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. സോ യു കെൻ സി ബേസിക്കലി ഇത് ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സീ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പോൾ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് കൂടുതലും ഇങ്ങനത്തെ ഒരു സീ ഫുഡിൻ്റെ ടേസ്റ്റ് ഈ രീതിയാണ് കൂടുതലും ഇഷ്ടമാവുക. പിന്നെ അത്രയ്ക്കും എരിവ് ഫീൽ ചെയ്യില്ല. വയറിനെല്ലാം നല്ല കംഫർട്ടബിൾ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സോ നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. സോ അടുത്ത് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അടുത്തത് നമ്മൾ ലോബ്സ്റ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന അതിന് മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ. ഓക്കെ. സോ നമ്മുടെ ലോബ്സ്റ്റർ നമ്മൾ ഓൾറെഡി സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്. യു കെൻ സീ ദ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇതിന് നമ്മൾ സെയിം മസാലയാണ് ഇടുന്നത്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പെപ്പർ ഇടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നാരങ്ങനീര്, ഉപ്പും. ഇത്രയാണ് ഇതിനും എടുക്കുന്നത്. സോ നമുക്ക് ഈ പ്ലേറ്റ് പച്ചമുളകിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി അരച്ച് ചേർത്തിട്ടുണ്ട്. 6-7 തണ്ട് കറിവേപ്പില അരച്ച് ചേർത്തിട്ടുണ്ട്. ഓക്കെ. സോ ഇതിന് ശേഷം ഇത് നമ്മൾ ഫ്രൈ ചെയ്താണോ എടുക്കുന്നത്? എങ്ങനെ ചെയ്യുന്നത്? ഫ്രൈ ചെയ്താണോ? ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ മീൻസ് ഗ്രിൽഡ് ആണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. ചെറിയ തോതിലാണ് ചെയ്തിട്ട്. സോ വീടും നാടും ഒക്കെ? എൻ്റെ വീട് ഇവിടെ പറവൂരാണ്, നോർത്ത് പറവൂര്. ഇവിടെ അടുത്ത് തന്നെയാണ്. കല്യാണം കഴിച്ചെടുക്കുന്നത് പാലക്കാട്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വരെ വന്നിട്ടാണ് ചെയ്തത് അതോ? അതെ, ഞാനിവിടെ താമസിക്കുന്നു. ഹസ്ബൻഡും ഉണ്ട്. ആളും ഹോട്ടൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഹെൽപ്പാണ്. എന്താ അപ്പൊ പഠിച്ചത് ഈ ഒരു ഹോട്ടൽ ഫീൽഡിലേക്ക് വരാൻ? ഞാൻ ശരിക്കും യോഗയാണ് പഠിച്ചത്. യോഗ പ്രൊഫഷനാണ്. അതുപോലെ ഞാൻ സൂറി റിസോർട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ടീച്ചറായിട്ട്, യോഗ ടീച്ചറായിട്ടൊക്കെയാണ് പോയത്. വർക്ക് ചെയ്തത് അതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ കിച്ചനുമായിട്ട് അടുപ്പം വന്നു. ഇതിലാണ് കുക്കിങ്ങില് വലിയൊരു കാര്യമുണ്ട്. യോഗ വിട്ടിട്ടില്ല, എങ്കിലും കുക്കിങ്ങിനോടൊരു താല്പര്യം ഉണ്ട്. ഓക്കെ. സോ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു. 2 പീസാണ് എടുത്തേക്കുന്നത്. സോ അതും സെയിം തവ ഗ്രില്ലിലാണ് ചെയ്യുന്നത്. സോ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ല, വെളിച്ചെണ്ണയല്ല യൂസ് ചെയ്യുന്നത്. സോ ഇതൊന്ന് കുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് എങ്കിലും ആവും. മീൻവൈൽ നമുക്ക് നമ്മുടെ കരിമീൻ്റെ കറി അങ്ങ് ഉണ്ടാക്കിയാലോ? ഓക്കെ. സോ ചട്ടി ഓൾറെഡി വെച്ചിട്ടുണ്ട്. കരിമീൻ ഇവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വേണ്ടത്, ഏത് സ്റ്റൈലിലാണ് ചെയ്യുന്നത്? ലൈക്ക് ഇഷ്ടംപോലെ മീൻ കറികളുണ്ട്. ആലപ്പി ഫിഷ് കറി, കൊല്ലം ഫിഷ് കറി ഡിഫറെൻ്റ് ആണ്, ട്രിവാൻഡ്രത്തെ ഫിഷ് കറി ഡിഫറെൻ്റ് ആണ്. സോ ഇതിപ്പോ എന്ത് സ്റ്റൈലാണ്? ചെറായി സ്റ്റൈലാണോ? ചെറായി സ്റ്റൈലാണ്, നാടൻ സ്റ്റൈലാണ്. ഓക്കെ. എന്തൊക്കെയാണ് എടുക്കുന്നത്? ഇത് സാധാരണ അമ്മമാർ ഉണ്ടാക്കുന്നത് പാലൊഴിച്ചിട്ട്, തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻകറി. ഓക്കെ. അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി നമ്മൾ ടൊമാറ്റോ അരച്ച് ചേർക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കറിക്ക് തിക്നെസ് കിട്ടും. സോ നമ്മൾ കടുകും ഉലുവായും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം വേപ്പില ഇടുന്നു. ഓക്കെ. ശരി. ചെറിയ നമ്മൾ ആദ്യമേ തന്നെ എണ്ണ ഇട്ടു, വെളിച്ചെണ്ണ ഇട്ടു. അതിനുശേഷം നമ്മൾ ഉലുവ കടുകിട്ടു. അതിനുശേഷം കുറച്ച് കരിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചെറിയുള്ളി ഇട്ടു, മഞ്ഞൾപ്പൊടി
അത്രയല്ലേ ഇട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. പിന്നെ ജിഞ്ചർ ആൻഡ് ഗാർലിക് രണ്ടിനും കുറച്ച് പേസ്റ്റാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. ഓക്കെ, ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മളുടെ തക്കാളി അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, സോ നമ്മുടെ ടൊമാറ്റോ നല്ലതായിട്ട് വരേണ്ട ഒരു കളറൊക്കെ മാറി. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്. രണ്ടാം പാലാണ്, തേങ്ങ പിഴിഞ്ഞ രണ്ടാം പാല്. മിക്സ് ചെയ്യണ്ടായോ അത് എല്ലാം കൂടെ? വേണ്ട, മിക്സ് ചെയ്തതിന് ശേഷം. ഓക്കെ, സോ ഉള്ളി നമ്മൾ ആക്ച്വലി ഒത്തിരി ഇട്ട് വഴറ്റുന്നില്ല അല്ലേ ഇതിനകത്ത്? ലൈറ്റായിട്ട്. ഓക്കെ, സോ ഉപ്പും അതിന് ശേഷം പുളി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സോ നമ്മുടെ ലോബ്സ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് തിരക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കെങ്കിൽ അതങ്ങ് സെർവ് ചെയ്ത് വെക്കാം അല്ലേ? സോ ഇതിൻ്റെ പ്രൈസിങ് ഒക്കെ നോർമലി എങ്ങനെയോ അത് അന്നത്തെ ദിവസത്തെ പ്രൈസ് ആയിരിക്കുമോ? അവൈലബിലിറ്റി അനുസരിച്ചൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ വെള്ളം തിളച്ചു. അതിലേക്ക് നമ്മുടെ കരിമീൻ, ഇത് വരഞ്ഞേക്കുന്ന ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ. എന്തെങ്കിലും പ്രത്യേക റീസൺ വല്ലതും ഉണ്ടോ അങ്ങനെ വരഞ്ഞു വെച്ചേക്കുന്നതിന്? ഒരുപാട് പിളർന്ന് പോവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഉള്ളിൽ എങ്ങനെയാലും എന്തായാലും ഇവിടെ കീറിയിട്ടുണ്ട്. ആ, ഇനി നമുക്കൊരു 10 minutes മൂടി വെച്ച് തിളപ്പിക്കാം. ഓക്കെ, സോ നമ്മുടെ മീൻ നമ്മൾ തിളപ്പിച്ച് വെന്തിരിക്കുകയാണ്. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. സോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 3 കാര്യങ്ങളാണ് കണ്ടത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വൺ ഇസ് ഈ ലോബ്സ്റ്റർ, അതേപോലെ തന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ട്, പോംഫ്രെറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതും സെയിം മസാല വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഫിഷ് കറിയാണ്. സോ താങ്ക് യു സോ മച്ച് ഇതെല്ലാം കാണിച്ചു തന്നതിൽ. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. സോ ഈ ടേബിളിൽ കാണാം. ഓക്കെ, സോ നമ്മൾ 3 ഫിഷിൻ്റെ സീ ഫുഡ് ഐറ്റം 3 നമ്മൾ റെഡിയാക്കി. ഇനിയിപ്പം ടേസ്റ്റ് ചെയ്യുന്ന സമയമാണ്. സോ ഞാൻ ഇതിൽ എന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കാം. ഇതിൽ ഫസ്റ്റ് റൈസ്. ആ ശരി, അപ്പം ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണെന്നല്ലേ പറഞ്ഞത്? ഗീ റൈസ് ആണല്ലേ? സോ ഹസ്ബൻഡ് ഇങ്ങനെയാണ് വൈഫിനെ പ്രൊമോട്ട് ചെയ്ത് ഗീ റൈസ് കൊള്ളാവുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഗീ റൈസ് എടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ എന്താണ് എടുക്കേണ്ടത്? എൻ്റെ കൂട്ടത്തിൽ കറി. സോ നമ്മുടെ നാടൻ എന്താ പറയുന്നത്, കരിമീൻ കറി അല്ലേ? അങ്ങനെ തന്നെ വേണം പറയാൻ. സൂപ്പർ. ഞാനാണെങ്കിൽ കൊല്ലത്തുനിന്നാണ് വരുന്നത്. സോ അവിടുത്തെ കരിമീനാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പൊതുവേ എല്ലാവരും പറയാറുള്ളത്. കൊല്ലത്തെ കായലിൻ്റെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ കഴിക്കാറുണ്ട് വീട്ടിലൊക്കെ പോകുമ്പോൾ. സോ ഇതിൻ്റെയും ടേസ്റ്റ് ഇസ് ലൈക്ക് എന്താ പറയുന്നത്, ഒരു ഐ തിങ്ക് ഇവിടുത്തെ കായലിൽ നിന്ന് വരുന്നതിൻ്റെ ആയിരിക്കണം, അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഫിഷിനാണേലും കറി സൂപ്പർ നൈസായിട്ടുണ്ട്. നൈസ്. കഴിക്കൂ, നിങ്ങളും കഴിക്കൂ. അടുത്തത് ഇതെങ്ങനെയാണ് ഞാൻ കഴിക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ചെയ്ത് തരാമോ? തീർച്ചയായിട്ടും ചെയ്തു.
കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരാണ്. ഇവരാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഹെൽപ്പ് ചെയ്തത്. ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. That's great. അപ്പം ചേച്ചിമാരുടെ പേരെന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഫിലോമിന, ഓക്കെ, മിന്നി. അപ്പോൾ ഈ 2 ചേച്ചിമാരാണ് ബാക്കിലെ ഹെൽപ്പ് അല്ലേ? ശരി. മുളകിൻ്റെ ടേസ്റ്റ് ആദ്യമേ വരുന്നത്. മുളക് സിമ്പിളായിട്ടുള്ള മാരിനേഷനാണ്. ബേസിക്കലി ഇഞ്ചിയും വെളുത്തുള്ളിയാണ് മെയിനായിട്ട് ഇട്ടേക്കുന്നത്. പിന്നെ മുളക് അരച്ച് ചേർത്തേക്കാണ്. സോ ആ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് നിൽക്കുന്നുണ്ട് അതിനകത്ത്. നമ്മൾ യൂഷ്വലി മസാല ഒക്കെ ഇട്ട് നല്ലതായിട്ട് പുരട്ടി വറുത്തെടുത്തൊക്കെ ചെയ്തതാണ്. സോ അതൊന്നും ഇല്ലാതെ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. നൈസ്, ഒരു ഡിഫറെൻറ്റ് രീതിയാണ്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. വെരി നൈസ്, ഇങ്ങനത്തെ ഒരു ടേസ്റ്റും. ഇത് കഴിക്കും തോറുമാണ് ഇതിനെ ആദ്യം കഴിക്കുമ്പോൾ ഓക്കെ, പിന്നെ കഴിക്കും തോറും നമ്മളിങ്ങനെ ഇറങ്ങി പോകും തോറുമാണ് അതിന്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, ഒത്തിരി എന്താ പറയുന്നത്, ഇപ്പം ഫോറിനേഴ്സ് ഇവിടെ വരാറുള്ള കൂടുതൽ. അപ്പോൾ അവർക്കാണെങ്കിലും അവരുടെ പാലറ്റ്സിനൊക്കെ വലിയ എരിയൊന്നും ഇല്ലാതെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡിഷാണ്. നൈസ്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് എന്താ വട്ടൽമുളക്, ഉണക്കമുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് തന്നെ വയറിന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് വരില്ല. ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം ആണല്ലോ ചേർക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് നൈസ്. നമുക്ക് ഈ മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ ചെയ്യാനുള്ള മീനിൻ്റെ ഫ്രൈ ആണ്. ആവോലി. ഞാൻ കൈ കൊണ്ട് എടുത്തോട്ടെ. ഇതും സെയിം മസാലയിലാണ് ചെയ്തേക്കുന്നത്. ആവോലി എൻ്റെ ഒരു ഫേവറേറ്റ് ഫിഷാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത ആവോലിയാണ്. സോ ഇത് തവ ഗ്രിൽ ചെയ്തേക്കുന്നത് ജസ്റ്റ് ലൈക്ക് ലോബ്സ്റ്റർ പോലെ തന്നെ ഇതും തവ ഗ്രിൽ ചെയ്തേക്കുന്നത്. നിങ്ങളെന്താ കഴിക്കാത്ത? ഓസം, ഇത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ തൊലിയുടെ ആ ഒരു ഗ്രില്ല് ചെയ്തതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. വെരി നൈസ്, ഇസ് റിയലി ഗുഡ്. സോ ഇനിയിപ്പം ഇതെല്ലാം കഴിക്കണമെങ്കിൽ ആൾക്കാർ ഇവിടെ വരണമെങ്കിൽ ഇവിടുത്തെ ലൊക്കേഷൻ എന്താണെന്ന് പറയണം. എന്താണെന്ന് പറഞ്ഞോട്ടേക്ക്. എവിടെയാണ് കറക്റ്റ് ആയിട്ട്? ചെറായില് മുനമ്പത്ത് അഴിമുഖമാണ്. ഇവിടെ കടലും കായലും കൂടി ചേരുന്ന പെരിയാർ റിവറും കടലും തമ്മിൽ ചേരുന്ന ഭാഗമാണ്. അതിന് തൊട്ടടുത്തായിട്ടാണ് സമുദ്രം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രം ഓൺ ദ ലെഫ്റ്റ് സൈഡ്. എങ്ങനെ വല്ലതും പറയാൻ വേണ്ടി ഉണ്ടോ? ലൊക്കേഷൻ വല്ലതും പറയാൻ വേണ്ടി ഉണ്ടോ? ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ. സോ ഈ ഫുഡെല്ലാം കഴിക്കണം ഡെഫിനറ്റായിട്ട് ഇവിടെ വരണം. ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് കഴിക്കണമെന്നായിരിക്കും നിങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അല്ലേ? ദാറ്റ്സ് വാട്ട് യു വോണ്ട്. അപ്പോൾ ഡെഫിനറ്റായിട്ട് ഇവിടെ വരിക. ഇവിടുത്തെ റൂംസ് ആണെങ്കിലും എവറിത്തിങ് ഐ സോ ഇറ്റ്സ് വെരി നൈസ്. നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. സോ ഡു കം ടു സമുദ്ര ആൻഡ് താങ്ക് യു സോ മച്ച് ഞങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്തതിന്. So I'll catch you all next week in a new place with some more good food. Till then, bye.